അമേരിക്കയുമായുള്ള എല്ലാ ചർച്ചകളും ഇറാൻ നിർത്തിവച്ചതായി ഇറാനിയൻ സർക്കാരുമായി ബന്ധമുള്ള മാധ്യമമായ തസ്നീം ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ലെബനനിൽ ഇസ്രായേൽ ആക്രമണം തുടരുന്ന പശ്ചാത്തലത്തിലാണ് ഇറാന്റെ നടപടിയെന്നാണ് വിവരം. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രമെന്ന് പറയപ്പെടുന്ന ബെയ്റൂത്തിന്റെ തെക്കൻ പ്രാന്തപ്രദേശത്തുള്ള ദഹിയ ആക്രമിക്കാൻ ഇസ്രായേലി സൈന്യത്തിന് നിർദ്ദേശം നൽകിയിരുന്നു. ബെയ്റൂത്തിലെ ഇസ്രായേലിന്റെ ആക്രമണ പദ്ധതികൾ യുഎസുമായി ഏകോപിപ്പിച്ചാണ് ചെയ്യുന്നതെന്നാണ് CNN റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പിന്നാലെ ഈ പ്രദേശത്തു നിന്ന് ആളുകളോട് ഒഴിഞ്ഞു പോകാൻ ഇസ്രായേൽ സൈന്യം നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇറാൻ US സമാധാന കരാർ ഉടൻ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതിനിടയിലാണ് പശ്ചിമേഷ്യ വീണ്ടും സംഘർഷത്തിലേക്ക് നീങ്ങുന്നത്. ഇറാന്റെ റഡാർ, ഡ്രോൺ നിയന്ത്രണ കേന്ദ്രങ്ങൾക്ക് നേരെ തിങ്കളാഴ്ച USന്റെ ആക്രമണം ഉണ്ടായിരുന്നു. ഇതിന് തിരിച്ചടിയായി ഇറാൻ കുവൈറ്റിന് നേരെ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ നടത്തുകയുണ്ടായി. ഈ ആക്രമണം പ്രതിരോധിച്ചതായാണ് US സെൻട്രൽ കമാൻഡ് അറിയിച്ചിരിക്കുന്നത്. അമേരിക്കൻ ബോംബിംഗിൽ തകർന്ന ഭൂഗർഭ കേന്ദ്രങ്ങളിൽ പലതും ഇറാൻ പുനഃസ്ഥാപിച്ചതായി രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 69 ഭൂഗർഭ കേന്ദ്രങ്ങളുടെ കവാടങ്ങളിൽ 50ഉം പുനഃസ്ഥാപിച്ചെന്നാണ് സൂചന. CNN റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം ഭൂഗർഭ കേന്ദ്രങ്ങളുടെ കവാടങ്ങളും കേന്ദ്രങ്ങളിലേക്കുള്ള റോഡുകളും നന്നാക്കിയിട്ടുണ്ട്. US ആക്രമണത്തിൽ ഇറാൻ പൂർണ്ണമായും തകർന്നെന്ന് ട്രംപും കൂട്ടരും അവകാശപ്പെടുന്നതിനിടയിലാണ് ഈ പുതിയ റിപ്പോർട്ടുകളൊക്കെ തന്നെ പുറത്തുവരുന്നത്. അതേസമയം പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനുള്ള അമേരിക്കയുമായുള്ള കരട് ധാരണാപത്രത്തിൽ ഇറാൻ മാറ്റങ്ങൾ വരുത്തുന്നുവെന്ന് റിപ്പോർട്ടുണ്ടായിരുന്നു. നിർദ്ദിഷ്ട കരാറിന്റെ ഭാഗങ്ങൾ US പരിഷ്കരിച്ച് ഇറാന് കൈമാറിയിരുന്നു. തങ്ങൾ കരാറിലെ വാചകങ്ങൾ മാറ്റിയെഴുതുന്നുവെന്നും ചർച്ചകൾ തുടരുകയാണെന്നും ഒന്നും അന്തിമമാക്കിയിട്ടില്ലെന്നും ഇറാനിയൻ ഉദ്യോഗസ്ഥർ അറിയിച്ചതായി വിദേശ മാധ്യമങ്ങൾ അല്പം മുമ്പ് റിപ്പോർട്ട് ചെയ്തിരുന്നു. തങ്ങളുടെ താൽപ്പര്യങ്ങളുമായി പൊരുത്തപ്പെടുന്ന ഒരു കരാർ മാത്രമേ ഇറാൻ സ്വീകരിക്കുകയുള്ളൂവെന്നും അമേരിക്ക നിർദ്ദേശിക്കുന്ന മാറ്റങ്ങൾ ഇറാൻ അംഗീകാരത്തോടെ അല്ലെന്നും ഇറാൻ അധികൃതർ വ്യക്തമാക്കുകയും ചെയ്തു. ഇറാന് മേലുള്ള US ഉപരോധവും ആണവായുധീകരണ വ്യവസ്ഥകളും ഉൾപ്പെടെയുള്ള കരടിലെ പ്രധാന ഘടകങ്ങളിലാണ് ഇരുവിഭാഗങ്ങളും തമ്മിലുള്ള ധാരണയ്ക്ക് കീറാമുട്ടിയായി നിൽക്കുന്നത്. അതേസമയം യുറേനിയം ശേഖരം രാജ്യത്തിന് പുറത്തേക്ക് മാറ്റണമെന്ന ഉപാധി മുന്നോട്ട് വയ്ക്കുന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കർശന വ്യവസ്ഥകളാണ് ഇറാന് മുന്നിൽ വയ്ക്കുന്നത്. അതിരൂക്ഷമായ ഈ ആക്രമണങ്ങളുടെ തീവ്രതയും ഞെട്ടിക്കുന്നതായിരുന്നു. കഴിഞ്ഞ ദിവസം ദക്ഷിണ ലെബനനിൽ പുലർച്ചെയുണ്ടായ വ്യോമാക്രമണങ്ങളിൽ 3 സ്ത്രീകൾ ഉൾപ്പെടെ 8 പേർക്ക് ദാരുണമായി ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. അൽ അവാസിയ നഗരത്തിലും ടൈർ തുറമുഖത്തും ആശുപത്രിക്ക് സമീപവും ഇസ്രായേൽ ബോംബുകൾ വർഷിക്കപ്പെട്ടപ്പോൾ ജനങ്ങൾ ഭീതിയിലായിരുന്നു. സിറിയയിലേക്കും ഇസ്രായേൽ കടന്നുകയറിയെന്ന് സൂചനകൾ വരുന്നു. ഖൊനേത്ര, ധേറ പ്രവിശ്യകളിൽ താൽക്കാലിക ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിച്ചു. ഇതിനിടയിലാണ് അമേരിക്കയുമായി സമാധാന ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും പുറത്തുവരുന്ന വാർത്തകളെല്ലാം വെറും ഊഹാപോഹങ്ങളാണെന്നും ഇറാൻ തറപ്പിച്ച് പറയുന്നത്. പക്ഷേ ചർച്ചകൾ നിർത്തിയിരിക്കുന്നു എന്നാണ് ഇറാൻ ഒടുവിൽ പറഞ്ഞിരിക്കുന്നത്. ഇസ്രായേലിന്റെ കടന്നുകയറ്റം തന്നെയാണ് ഇറാനെ പ്രകോപിപ്പിച്ചിരിക്കുന്നത്.